ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്കവേലി ചെട്ടിയാരുടെ ഭാര്യ ഈ അമ്പിയെ പോലെയാ. അഹങ്കാരത്തിന് കയ്യും കാലും കണ്ണും വെച്ച ഒരു തള്ളേ. കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുവാ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം അങ്ങ് മാറും. കേറിക്കോളൂ. ഇത് സരസ്വതി മാഡം നിങ്ങൾക്കായി പ്രത്യേകം അയച്ച കാറാ. അംബിക മാഡം കയറിയുന്നേ ഉള്ളൂ. അത് ശരി, നമ്മളുടെ കാറിലേക്ക് അവള് വലിഞ്ഞു കയറിയതാ. ഞാൻ വയറ് നിറച്ച് അടപ്രഥമം കൊടുക്കാം. അല്ല, ഇതാര്? അംബികയോ? എന്താ അംബിക ഒരു ചുളുചുളുപ്പ് പോലെ? കൊറോണയാണോ ചുഴലിയാണോ? എന്ത് പറ്റി? എനിക്ക് കൊറോണയൊന്നുമില്ല. കൾച്ചർലെസ് വിമൺ. അവരെല്ലാം മുന്നേ പോയ മാഡം. ആ, ഈ യാത്ര അലമ്പാവെന്ന് എനിക്ക് തോന്നണേ. ഡ്രൈവറെ, തന്റെ പേരെന്താടോ? ശരവണൻ. അരവണേ? എടാ, അതങ്ങ് ശബരിമലയിലല്ലേ? അരവണയും പഞ്ചാമൃതമൊന്നും അല്ല, ശരവണൻ. പളനിദേവന്റെ പര്യായം. പഴനിയപ്പ ഞാന പഴനിയപ്പ, തമിഴ് ഞാന പഴനിയപ്പ. ശരവണ, ഓ, കാറ് വളരെ പതുക്കെ വിട്ടാ മതി. കാഴ്ചകളൊക്കെ കണ്ടു പോണം. ഞാനൊഴികെ ഇവരാരും അങ്ങനെ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ല. ശരി മാഡം, പതുക്കെ പോവാം. പിന്നെ നല്ല നാടൻ ചായക്കട കാണുമ്പോ അവിടെ ഒന്ന് നിർത്തണം. ഇവർക്കൊക്കെ മുളക് ബജി, മുട്ട ബജി, കാ ബജി, ഉഴുന്നുവട ഇതൊക്കെ കഴിക്കണം. നിർത്താം മാഡം. ഇതെന്താ ഭക്ഷണ ഷോപ്പിംഗ് യാത്രയാണോ? അല്ല, അതും വേണമല്ലോ. ഓ, അല്ല അംബികെ, അംബികയ്ക്ക് സൂര്യൻ ഇഷ്ടമാണോ? അല്ല, നമ്മൾ പോണ സ്ഥലത്തിന്റെ പേരെന്തോന്നാണ്? കൊടും കാടിനകത്തുള്ള ഒരു ഗ്രാമമാണ് പാണ്ഡവപ്പാറ. ശേഖര, ചേച്ചിയുടെ കാറ് കാണുന്നില്ലല്ലോ. അത് വേണുവേട്ടനെയും ഫാമിലിയും പിക്ക് ചെയ്യണ്ടേട്ടാ, അതാ താമസിക്കുന്നത്. അവര് വരുന്നുണ്ടോ? അവരും വരുന്നുണ്ട്, അതാ ലേറ്റ് ആവുന്നേ. ഓ, അവര് വരുന്ന കാര്യം ഏട്ടൻ അറിയില്ലേ? ഇല്ല. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, എല്ലാരും വരണമെന്ന്. എന്തായാലും അത് നന്നായി. ചടങ്ങ് കെങ്കേമമാവല്ലോ. എല്ലാവരെയും ഒരുമിച്ച് കാണുകയും ചെയ്യാം. എനിക്ക് ഓർക്കാൻ ഏറെ ഇഷ്ടമുള്ള നാടല്ലേ പാണ്ഡവപ്പാറ. നല്ലത് മാത്രമല്ല, ഒത്തിരി ഒത്തിരി ഓർമ്മകൾ. എനിക്ക് പലതും അറിയില്ല ഏട്ടാ. നീ ഒന്ന് കുഞ്ഞല്ലേ. എല്ലാം അറിയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഏട്ടാ. അവിടേക്കല്ലേ യാമിനി നമ്മൾ പോകുന്നത്. എല്ലാം അറിയാം. പറഞ്ഞു തരാൻ ഒരു ഗ്രാമം തന്നെ ഉണ്ട് അവിടെ. അംബികയ്ക്ക് കപ്പലണ്ടി വേണോ? വേണ്ട. വേണ്ട. മുറുക്ക് വേണോ? അല്ല, പക്കാവട വേണോ? ഒന്നും വേണ്ടേ? ഞാനേ വേണ്ടാന്നല്ലേ പറഞ്ഞേ. അംബികയ്ക്ക് ഷവർമ്മ മാത്രമേ ഇഷ്ടമുള്ള. നിങ്ങൾക്കൊന്ന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരു കാര്യം പറയാലോ, എനിക്കങ്ങനെ അടക്കം ഒതുക്കൊന്നുമില്ല. ഇതെന്ത് ശല്യത്? ഈ കപ്പലണ്ടിയുടെ തൊലി വന്ന് മൂക്കിലും കണ്ണിലും ഒക്കെ കേറുക. കപ്പലണ്ടി തൊലിയല്ലേ? അല്ല, കണ്ണീർ പാതകമൊന്നും അല്ലല്ലോ. ഇത് എന്തൊരു ഡിസ്റ്റർബൻസാ.
എടി മരുമോളെ പ്രിയേ, എന്താ പ്രിയക്ക്? നിനക്ക് കപ്പലണ്ടിയോ വല്ല തക്കാളി മുറുക്കോ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. നിന്റെ കെട്ടുവന്നില്ലേ എന്റെ മോൻ പോത്ത് ചെയ്യാൻ, അവര് വേണോന്ന് കഴിക്ക്. എന്റെ ബഹുമാനപ്പെട്ട ദിവ്യ മാതാവേ, എനിക്കൊരു തേങ്ങ വേണ്ട, ഒന്ന് അടങ്ങിയിരിക്കോ. എടാ, ഈ യാത്ര എന്ന് പറഞ്ഞാലേ വളരെ രസകരമായിരിക്കണം. ഇതുപോലെ കാറിനകത്ത് കയറി മുനിമാരെ പോലെ ഇരുന്നാ പോരാ. ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ, ചിന്താവിഷ്ടയായ രാധമ്മ. ആ, ഇനി എന്റെ നേരെ വാ. ഇവർക്കിത് എന്താ കുഴപ്പം? എപ്പോഴും മറ്റുള്ളവരെ മെക്കട്ടേക്ക് കയറണം. ഈ അഹങ്കാരികളായ പെണ്ണുങ്ങൾക്ക് ഗുണപാഠം നൽകാൻ വേണ്ടി ഞാൻ ഒരു അനുഭവ കഥ പറയാം. ഓ, ഇനി കഥ പറഞ്ഞുള്ള ശല്യ. ഞാൻ പൊള്ളാച്ചിയിൽ സർവീസിലിരിക്കുന്ന കാലം, പിള്ളയാർ കോവിലിനടുത്ത് തങ്കവേലി ചെട്ടിയാരുടെ വീട്ടിൽ ഡ്യൂട്ടി. എത്ര ചൂലുണ്ടായിരുന്നു? എന്തെന്ന്? ഡ്യൂട്ടിക്ക് അടിച്ചവരെ എത്ര ചൂലുണ്ടായിരുന്നു? നീ പോടാണെന്ന്. എന്റെ പണിയായുധം ചൂലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ, ഉറക്കം മാറി കിട്ടും. എന്താ ഗുണപാഠമുള്ള കഥ കേക്കട്ടെ. തങ്കവേലി ചെട്ടിയാരുടെ ഭാര്യ ഈ അമ്പിയെ പോലെയാ. അഹങ്കാരത്തിന് കയ്യും കാലും കണ്ണും വെച്ച ഒരു തള്ളേ, കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുവാ. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം അങ്ങ് മാറും. ഞാൻ ആരാന്നാ നിങ്ങൾ കരുതിയേ? എന്റെ പൊന്നു മാഡം, ഒന്ന് ക്ഷമിക്കേ. ഇവരിങ്ങനെ, ഇവർക്ക് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നേ. ജയന്റെ അമ്മ അംബിക മാഡത്തോട് മര്യാദകേട് പറയരുത്. വർമ്മ സാറിന്റെ ചേച്ചിയാ മാഡം. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരാ. വെറുതെ എന്തോ അങ്ങ് പറയാമെന്ന് കരുതരുത്. ആ, മാഡത്തോട് മാപ്പ് പറ. മാപ്പൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് കൊള്ളാല്ല. ഇവര് മാപ്പൊന്നും പറയണ്ട. ഒന്ന് വാ തുറക്കാതിരിക്കോ? പിന്നെ വാ തുറക്കാനുള്ളതാ. ഓട്ടം തുള്ളൽ കലാകാരനായ എന്റെ ഭർത്താവിനെ പോലും ഞാൻ അനുസരിച്ചിട്ടില്ല. പിന്നെ അല്ലേ ഈ അംബിക. ഇവര് പിടിച്ച് നിങ്ങക്ക് തൊടലിടാൻ പറ്റൂ? ഇങ്ങോട്ട് വാടി തൊടലിയിടാൻ. അവള് വന്നേക്കുന്നു. ഇവര് അകലെ